പെരുമ്പാവൂർ നഗരസഭാ ഭരണസമിതിയുടെ ജനവിരുദ്ധ തീരുമാനങ്ങൾക്കെതിരെ LDF മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. അഡ്വക്കേറ്റ് NC മോഹനൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച രാവിലെ താലൂക്ക് ആശുപത്രിക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം. പെരുമ്പാവൂർ നഗരസഭാ ഭരണസമിതിയുടെ ജനവിരുദ്ധ തീരുമാനങ്ങൾക്കെതിരെ LDF മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്ക് നൽകി വന്നിരുന്ന പാലും ബ്രെഡും നിർത്തലാക്കിയത് സമരക്കാർ ചോദ്യം ചെയ്തു. ഡീപ് ഫ്രീസർ ചാർജ് 500 രൂപയിൽ നിന്നും 800 രൂപയാക്കി ഉയർത്തൽ, പാർക്കിംഗ് ഫീസ് ഏർപ്പെടുത്തൽ, OP ടിക്കറ്റ് ചാർജ് വർധന, നിലവിലെ സുരക്ഷാ ജീവനക്കാരെ മാറ്റി പുതിയ ആളുകളെ നിയമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജനവഞ്ചനാ നയങ്ങളായി പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് NC മോഹനൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. പെരുമ്പാവൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ മുമ്പിൽ ഇത്തരത്തിലൊരു ധർണ ഈ തിരക്കേറിയ നഗരവീഥിയുടെ ഓരത്ത് ആശുപത്രിയുടെ മുമ്പിൽ വളരെ പെട്ടെന്ന് സംഘടിപ്പിക്കേണ്ടി വന്നതിൻ്റെ സാഹചര്യം സ്വാഗതം പറഞ്ഞ VP ഖാദറും അധ്യക്ഷൻ തൻ്റെ പ്രസംഗത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഭരണാധികാരികൾ, അത് പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും MLA ആണെങ്കിലും മന്ത്രിയാണെങ്കിലും MP ആണെങ്കിലും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികളിൽ നിന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അവരുടെ ദുരിതത്തിൽ, അവരുടെ സങ്കടങ്ങളിൽ, അവരുടെ ആവലാതികളിൽ, അവരുടെ ഇല്ലായ്മകളിൽ, അവരുടെ വറുതികളിൽ അവരെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്ന മനുഷ്യത്വപരമായ, സാഹോദര്യ നിർഭരമായ സമീപനം ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ നാടിനെ അത്ഭുതപ്പെടുത്തുന്ന, ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ തീരുമാനമായി പുറത്തു വന്നത്. ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി പ്രവേശിപ്പിക്കപ്പെടുന്ന, അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന രോഗികൾക്ക് പണ്ട് കാരണന്മാർ ഈ നാടൂരി പാലെന്നൊക്കെ പറയുന്ന പോലെ ചെറിയ അളവിലുള്ള പാല്, ഇത്തിരി ബ്രെഡ്, ഒരു മുട്ട, ഇതെല്ലാം കൊടുത്തുകൊണ്ടിരുന്നതാണ്. അതൊന്നും ഇനി കൊടുക്കാനാവില്ല എന്ന് ഭരണാധികാരികൾ യോഗം ചേർന്ന് തീരുമാനിക്കുക. ആരൊക്കെയത്? പെരുമ്പാവൂരിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ച സ്ഥലം MLA, പെരുമ്പാവൂരിന്റെ മുനിസിപ്പൽ ചെയർപേഴ്സൺ, സ്ഥലം MP കൂടി അതിന് വരാനുള്ളൂ, ബാക്കി എല്ലാവരും ആയിട്ടുണ്ട്. KP റജിമോൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PM സലീം, രാജേഷ് കാവുങ്ങൽ, VP ഖാദർ, KE നൌഷാദ്, സതി ജയകൃഷ്ണൻ, CM അബ്ദുൾ കരീം, രമേശ് ചന്ദ്, അജി C പണിക്കർ, VP ബാബു, ഹൈർനീസ, VV എൽദോസ്, ബീന രാജൻ, ലതാ സുകുമാരൻ, VO ചെറിയാൻ, KB നൌഷാദ്, സബീല നൌഷാദ്, ഗസാല സിറാജ് തുടങ്ങിയവർ പങ്കെടുത്തു. മാനേജ്മെന്റ് കമ്മിറ്റി പോയത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു അന്വേഷണം നടത്തിയപ്പോൾ നമ്മളെ ഏറെ ഞെട്ടിപ്പിച്ച സംഭവം പെരുമ്പാവൂരിന്റെ പ്രിയങ്കരനായ പുതുമുഖ MLA സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ HMC യോഗം ചേർന്നത് എന്നുള്ളതാണ്. DMO വഴി സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ഫണ്ട് കുടിശ്ശികയുണ്ട് എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ്, എന്നാൽ ഇവിടുത്തെ കിടപ്പ് രോഗികളുടെ ഭക്ഷണമെന്ന് ആദ്യം നിർത്തിയേക്കാമെന്ന് HMC തീരുമാനിച്ചത്. ആരാധ്യയായ നഗരസഭയുടെ അധ്യക്ഷ ശ്രീമതി KN സംഗീതയായിരുന്നു ആ യോഗത്തിലെ അധ്യക്ഷ എന്നുള്ളതും ഏറെ പരിതാപകരമാണ്. നമുക്കറിയാം, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? LDFന്റെ ഭരണകാലത്താണ് HDC ആയിരുന്ന ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി ആയിരുന്ന കമ്മിറ്റികളെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റികളാക്കി മാറ്റി അനിയന്ത്രിതമായ അധികാരങ്ങൾ ആ കമ്മിറ്റിക്ക് കൈമാറിയത്. ഒരു പരിധിവരെ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമാണ്. എന്നാൽ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ HMC കഴിഞ്ഞ കുറെ നാളുകളായി UDFന്റെ ഭരണകാലത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പെരുമ്പാവൂർ നഗരസഭാ കൗൺസിലിന്റെയും മുകളിലാണ് HMC എന്നുള്ള നിലയിലാണ്. എന്നാൽ പദ്ധതികൾക്കായി സർക്കാരിൽ നിന്നും ഫണ്ട് ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. പണം ലഭിക്കുന്ന മുറയ്ക്ക് പാൽ, ബ്രെഡ് വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുനരാരംഭിക്കുമെന്നും അധികൃതർ പറഞ്ഞു. മീഡിയ സിറ്റി, പെരുമ്പാവൂർ.